പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഉപ്പായി മാറി അനേകർക്ക് രുചി പകരാനും തീപ്പന്തം പോലെ കത്തിശോഭിച്ച് അന്ധകാരത്തെ ദൂരീകരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവചനം ആരംഭിക്കുക. ഉപ്പായി തീരുക എന്ന് പറഞ്ഞാൽ, പ്രകാശമായി തീരുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി പകരുന്നത് പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് രുചി പകരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ, അന്ധകാരത്തെ ദൂരീകരിക്കാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. നിന്റെ ജീവിതം നിന്റെ സ്വന്തമല്ല എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം. യു ആർ എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിനക്ക് എന്ത് നൽകപ്പെട്ടിട്ടുണ്ടോ, നിന്റെ സമ്പത്താകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ കഴിവുകളാകട്ടെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് നൽകപ്പെട്ടിട്ടുള്ള സകലതും അവരന് മറ്റുള്ളവർക്ക് രുചി പകരാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയിട്ടുള്ളതാണ്. പലവിധമായ കഴിവുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പലവിധമായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ദാനമായി നമുക്ക് മക്കളെ തന്നിട്ടുണ്ട്. ഇതിനെയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് അത് വർദ്ധിക്കുക. നിന്റെ അന്ത്യവിധിയിൽ ദൈവം നിന്നോട് ചോദിക്കും, വിശക്കുന്നവന് നീ അപ്പമായി മാറിയോ? ദാഹിക്കുന്നവന് നീ ജലമായി മാറിയോ? രോഗിയെ നീ സന്ദർശിച്ചോ? ഇപ്രകാരമൊക്കെ ചെയ്യുമ്പോൾ നീ അവരന് രുചിയായി മാറുകയാണ്. അവരുടെ ജീവിതത്തിൽ നീ ഉപ്പായി മാറുകയാണ്. ഉപ്പിന്റെ മറ്റൊരു സവിശേഷത നമുക്കറിയാം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ അത് ഉപകരിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതിക്കും അക്രമത്തിനും വർഗീയ വിദ്വേഷത്തിനും പലവിധമായ ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ പടപൊരുതുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആവണം. നമ്മുടെ കുഞ്ഞു ശബ്ദം, അനേകരുടെ കുഞ്ഞു ശബ്ദങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത് വലിയ ശബ്ദമായി മാറുകയാണ്. ഇപ്രകാരം ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രകാശമായി ശോഭിക്കാൻ, തീപന്തം പോലെ ശോഭിക്കാനൊക്കെ നമുക്ക് ആവണം. മഹാത്മജി പറയുന്നത് പോലെ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതം ആണ് എൻ്റെ സന്ദേശം. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ മറ്റുള്ളവർക്ക് മാതൃകയാക്കത്തക്ക വിധം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ശോഭിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. നാം ഉപ്പായി മാറേണ്ടവരാണ്. നാം രുചിയായി മാറേണ്ടവരാണ്. നാം പ്രകാശമായി മാറേണ്ടവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഇറ്റ് ഈസ് റിയലി പെയിൻഫുൾ. അത് വലിയ വേദനാജനകമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മെഴുകുതിരി ഉരുകി ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് അത് പ്രകാശമായി തീരുന്നത് പോലെ നമ്മുടെയും ജനന മരണങ്ങൾക്കിടയിലുള്ള എൻ്റെ ഈ ഒരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സ്വന്തം എക്സിസ്റ്റൻസ് പോലും, ഞാൻ സ്വന്തമെന്ന് കരുതുന്ന സകലത്തിനെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ ഞാൻ തയ്യാറാണോ? അത് അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് റിയലി ചലഞ്ചിങ്. അത് വളരെ വേദനാജനകം തന്നെയാണ്. ആ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രകാശമായി തീരാൻ സാധിക്കും. എനിക്ക് ഉപ്പായി മാറുവാനൊക്കെ സാധിക്കും. ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പ്രകാശത്തിനെതിരെ പുറംതിരിയുന്നവർ അന്ധകാരമായി മാറുകയാണ്. സത്യത്തിനെതിരെ പുറംതിരിയുന്നവർ അന്ധകാരമായി മാറുകയാണ്. പലവിധമായ വ്യക്തിത്വങ്ങളെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. സകലതിനെയും വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല ഒരു പറ്റം ജനങ്ങളെ നമ്മുടെ ചുറ്റുപാടും കാണാൻ നമുക്ക് സാധിക്കും. ചില കുറവുകളെയൊക്കെ കണ്ടാലും അവർ പറയും സാരമില്ല, അത് നമുക്ക് തിരുത്തിയെടുക്കാം. പക്ഷെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. ഏതൊരു കുഞ്ഞു കാര്യം കണ്ടാലും അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തും. ഈ നാട് നന്നാവില്ല, ഈ ഇടവക നന്നാവില്ല, ഈ ദേശം നന്നാവില്ല, ഇങ്ങനെ സകലതിനെയും വിമർശനാത്മകമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ. മറ്റു ഒരു പറ്റം ജനമെന്ന് പറഞ്ഞാൽ അവര് ഒന്നിനോടും പ്രതികരിക്കത്തില്ല. ഗുണവുമില്ല ദോഷവുമില്ലാത്ത ഒരു നിർഗുണ വ്യക്തിത്വങ്ങളാണ്. നമുക്ക് ഒന്ന് ചിന്തിക്കാം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ ജീവിതം ഇന്ന് എവിടെ നിൽക്കുകയാണ്? വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? വളരെ നെഗറ്റീവ് ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണോ? അതോ ഒരു ന്യൂട്രലായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ മനോഭാവം, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ മനോഭാവങ്ങളെ ഒരല്പം കൂടി മെച്ചപ്പെട്ടതാക്കാൻ ഇന്നത്തെ ദിവസം എനിക്കാകണം. ഞാൻ ഇന്നലെ ജീവിച്ചതിനേക്കാൾ ഒരല്പം കൂടി മെച്ചപ്പെട്ടതായിട്ട് ഇന്ന് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗീതാഞ്ജലിയിൽ അസ്തമ സൂര്യനോട് മിന്നാമിനുങ്ങ് വിളിച്ചു പറയുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രശോഭിക്കാം എന്ന് ഈ ഒരു സമൂഹത്തോട് പറയാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ മുഖമായി മാറുവാൻ, ദൈവത്തിന്റെ കരങ്ങളായി മാറുവാൻ നമുക്കൊക്കെ ഓരോരുത്തർക്കും ആകണം. അന്ധകാരം നടമാടിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ പ്രകാശമായി ശോഭിക്കാൻ നമുക്ക് ആവട്ടെ. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അനേകം പേരെ സഹായിക്കുവാൻ നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, കോവിഡ് രോഗികളായി നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഒത്തിരി പേര് ഭവനത്തിലും ആശുപത്രികളിലൊക്കെ ആയിട്ടുണ്ട്. അവരെ ഫോണിൽ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്കാവണം. ഇല്ലെങ്കിൽ എൻ്റെ അയൽപക്കത്ത് ഒരല്പം ഭക്ഷണം തയ്യാറാക്കി അവരുടെ മുറ്റത്തുനിന്ന് കൊണ്ട് കൊടുക്കുവാൻ എനിക്കാവണം. ഇല്ലേ, അവരോടൊന്ന് ആശ്വാസവാക്ക് പറയുവാനൊക്കെ എനിക്കാകണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക വഴി ഈശോയുടെ വക്താക്കളായി മാറുകയാണ്. സമൂഹത്തിൽ ഈശോയുടെ ഒരു മുഖമായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ സമൂഹത്തിൽ പ്രകാശമായി തീരുക. ദൈവത്തിരുമുമ്പാകെ ഓരോ ദിവസവും കൂടുതൽ എളിമപ്പെടുവാൻ എനിക്കാവണം. ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിന്റെ ദാനമാണെന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോടൊപ്പം സധൈര്യം പ്രഘോഷിക്കാൻ എനിക്ക് ആവണം. ഈ കാണുന്നതെല്ലാം ശാശ്വതമല്ല, ഇതെല്ലാം എനിക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. ഒരു മഴ വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു വൈറസ് വന്നാൽ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഇതെല്ലാം ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തകർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളെല്ലാവരും വെറും ചാരം മാത്രമാണ്, നമ്മളെല്ലാം വെറും പൂഴി മാത്രമാണ്, വെറും നിഴൽ മാത്രമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എൻ്റെ ബലഹീനതയാണ് എൻ്റെ ശക്തി, എൻ്റെ കുറവുകളാണ് എൻ്റെ നിറവുകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്കാകണം. അവരെൻ്റെ ജീവിതത്തിൽ രുചി പകരാനും മറ്റുള്ളവരുടെ അന്ധകാരത്തെ ദൂരീകരിക്കുന്ന പ്രകാശം പോലെ, തീപ്പന്തം പോലെ കത്തിശോഭിക്കാനും നമുക്കാവട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.